ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാക്ക് കത്തയച്ച് IACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വൻതോതിൽ വർദ്ധിച്ചു. കന്യാസ്ത്രീകൾക്ക് നേരെ ബജ്രംഗ് ദൾ നടത്തിയ ആക്രമണം ഭരണകക്ഷി ആക്രമണങ്ങൾക്ക് പിന്തുണ നൽകുന്നുവെന്ന് വ്യക്തമാക്കുന്നുവെന്നും കുറ്റവാളികൾക്ക് കനത്ത ശിക്ഷ നൽകണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. അരവിന്ദ് വിശദാംശങ്ങളും. അരവിന്ദ്, ഈ കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ KC വേണുഗോപാൽ കത്തിൽ എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത്? സൈഫുദ്ദീൻ, വെള്ളിയാഴ്ചയായിരുന്നു വന്ദന ഫ്രാൻസിസ് അതുപോലെ തന്നെ പ്രീതി മേരി എന്നിവരെ ഛത്തീസ്ഗഡിൽ നിന്ന് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. മനുഷ്യക്കടത്തിനാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇവരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നത്. CBC അടക്കം ഈ നടപടിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. കൃത്യമായി ഈ നടപടിയെ അപലപിക്കുകയും ഇതിന് പിന്നിൽ ദേശവിരുദ്ധ ശക്തികളാണെന്നുള്ള വിമർശനമാണ് CBC ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ഇപ്പോൾ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ആ കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ കത്തയച്ചിരിക്കുന്നത്. പ്രധാനമായും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരമുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ ഈ വെള്ളിയാഴ്ച ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത് അത് സർക്കാരിന്റെ പിന്തുണയോടുണ്ടായ ഒരു അതിക്രമവും അതുപോലെ തന്നെ ആക്രമണമാണെന്ന് തന്നെ KC വേണുഗോപാൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത്തരം നടപടികൾക്കെതിരെ, ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് KC വേണുഗോപാൽ ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി ഇപ്പോൾ KC വേണുഗോപാൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ കത്ത് ഇതിനോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിക്കും അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്കും കൈമാറിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ കന്യാസ്ത്രീകൾ രണ്ടുപേരും ഇപ്പോൾ കസ്റ്റഡിയിലാണ്, റിമാൻഡിലാണ്. അവരുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് നാളെ മുന്നോട്ട് പോകുമെന്നതാണ് CBCI വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയുടെയും ഒരു ഇടപെടൽ ഈ കേസിൽ ഉണ്ടാകണമെന്ന് കൂടി ഇപ്പോൾ CBCI ആവശ്യപ്പെടുകയാണ്. ഇവർ ഈ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോൾ ബജ്രംഗ് ദൾ പ്രവർത്തകരായിരുന്നു ആദ്യം ഒരു ആരോപണം ഉന്നയിച്ചത്. മതപരിവർത്തനത്തിനും അതുപോലെ തന്നെ ഇത്തരത്തിൽ മനുഷ്യക്കടത്തുമായിട്ട് ഇവർ വന്നിരിക്കുന്നതായിരുന്നു ബജ്രംഗ് ദൾ പ്രവർത്തകർ ആരോപിച്ചത്. പിന്നീടാണ് റെയിൽവേ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്ത് ഇപ്പോൾ ഇവർ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതിലും വലിയ പ്രതിഷേധം ഉയരുകയാണ്. കഴിഞ്ഞ മാസങ്ങളിലടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ സംഘപരിവാർ സംഘടനകളുടെ അതിക്രമങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇത് തുടർക്കഥയാവുകയാണെങ്കിൽ ഇതിൽ നടപടി ഉണ്ടാകണമെന്ന് തന്നെ KC വേണുഗോപാലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി അരവിന്ദ്.